ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ രാവിലെ കാട്ടിലോട്ട് അങ്ങോട്ടാന്നായിരിക്കും ചിന്തിക്കുന്നത് അല്ലേ? കാട്ടിലോട്ടൊന്നുമല്ല, നമ്മുടെ പറമ്പിലോട്ടാണ്. കാട് പോലായി ഇപ്പം. ചെറിയൊരു ജലദോഷം, അതിൻ്റേതായ ഒരു അസ്വസ്ഥതയുണ്ട് കേട്ടോ. ഈ മുഴുവനും കാടായി കേട്ടോ. സത്യം, വനത്തിലോട്ട് തന്നെയാണ്. ഇതെന്നാ കാടാ, നടക്കാൻ പോലും പറ്റാത്ത പോലെ. ഇതുണ്ടോ, നമ്മുടെ ഏലമൊക്കെ ഉണക്കൊക്കെ ആയപ്പോഴത്തേക്കൊരു പരുവായി. ഇതിനകത്ത് ചെല്ലി കയറുന്നുണ്ടെന്ന് തോന്നുന്നു. അതായതുകൊണ്ടോ മടൽ ഒടിഞ്ഞു പോയേക്കുന്നുണ്ട്. അയ്യോ, ആ ഓസിൻ്റെ തുമ്പ് വഴി ഞാൻ അത് കെട്ടി വെച്ചതായിരുന്നു അവിടെ. അതൊക്കെ ഇല്ല കേട്ടോ, തുമ്പ് അവിടെ ഉണ്ട്. ഞാനവിടുത്തെ തുമ്പൊക്കെ പോയെന്ന്. അപ്പം ഞാൻ വന്നേ എന്നതിനാന്ന് ചോദിച്ചാൽ, നമ്മുടെ മുള്ളുമുരിക്ക ഉണ്ടോ, മുള്ളുമുരിക്ക്, ഇതിൻ്റെ ഇല കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ നല്ലതാണ്. ഞാനിതിൽ നിന്ന് കുറച്ച് ഇല പറിച്ചെടുക്കട്ടെ. നമുക്ക് ആവശ്യത്തിനുള്ള പറിച്ചേ. നമ്മുടെ കരിയാപ്പൊക്കെ ഇവിടെ ഒരെണ്ണം ഞാൻ നട്ടായിരുന്നു. അതിൽ 2-3 ഇലയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വേണ്ട മൊത്തം വന്നിട്ട് ഒരുമാതിരി വയറാന്ന് പറഞ്ഞ സ്ഥലം വള്ളിയത്, അതിങ്ങനെ കയറി ഉള്ളതെല്ലാം നശിപ്പിക്കും. ഇച്ചിരിയുടെ കഴിഞ്ഞൊന്ന് ഇറങ്ങി വന്നിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കണം. കണ്ണനോട് ഞാൻ പറഞ്ഞിട്ട് അവനും കൂടെ കൂടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, കരിയാപ്പ് വേറെണ്ണം നട്ട് വെച്ചതാണ്. വേണ്ട നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് കണ്ടോ, മൊത്തം വയറ കയറി അതിലോട്ടങ്ങ് മൂടിയേക്കുക. ഒന്ന് ഇറങ്ങി വരണം, അന്നൊന്ന് ഇച്ചിരി ഒന്ന് വൃത്തിയാക്കാനുണ്ട്. എല്ലാത്തിൻ്റെ ഒന്ന് ചൂട് വൃത്തിയാക്കണം. പിന്നെ ഒരു ഇച്ചിരി വിറകൊക്കെ ഇവിടെ കിടപ്പുണ്ടേ. നമ്മളന്ന് ഇവിടെ ഒന്ന് വട്ട വെട്ടിയില്ലായിരുന്നോ, അത് തീ കത്തിക്കാൻ നല്ലതാട്ടോ. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ വിറകൊന്നും. അയ്യോ, ഇവിടെ വലിയ കമ്പൊക്കെ വെട്ടിയിട്ടിരുന്ന കമ്പൊന്നും കാണുന്നില്ല. നോക്കണം ഇനി. അവിടെ കിടപ്പുണ്ട്. അതെല്ലാം ഇനി ഒന്ന് എടുക്കണം. ഇപ്പം കണ്ണൻ ഇന്നതിൻ്റെ കൂടെ കൂടാൻ നേരത്തൊക്കെ ഉണങ്ങി കേട്ടോ കമ്പൊക്കെ. ആഹാ, കുരുമുളകൊക്കെ ഉണ്ടാക്കി കിടക്കുന്നുണ്ടോ. ഇതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. ഇതൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ചോണ്ടല്ലോ എങ്ങനെ കുരുമുളക് ഉണ്ടാവുമെന്നറിയോ. അപ്പം ഞാനിനി വീട്ടിലോട്ട് പോട്ടെ, ഈ കാട്ടിനകത്തുനിന്ന്. ഞാൻ അത് എടുത്തുകൊണ്ട് വന്ന് അതിനെല്ലാം ഇച്ചിരി എണ്ണ തേച്ച് കേട്ടോ. എണ്ണ തേച്ചിനി ഇതിലേക്ക് ഓരോന്നോരോന്ന് വെച്ച് കൊടുക്കണം. ഒന്ന് വാടുമ്പോഴത്തേക്കുണ്ടല്ലോ പെട്ടെന്ന് നമ്മൾ ഒഴിക്കുമ്പോൾ അയ്യോ തിരിഞ്ഞോണ്ടണമായി പോയി. ഇത് ഇലയിൽ എണ്ണ തേച്ച് വെച്ചേക്കുന്നതാണേ. ഇന്ന് അരച്ച് വെച്ച മാവുണ്ടല്ലോ മൊത്തം അങ്ങ് തൂകിപ്പോയെന്നേ. എന്നും ഈ പാത്രത്തിലായിരുന്നു വെക്കുന്നത്. പിന്നെ ചില സമയത്ത് ഇത് തൂകിപ്പോകുമെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ അതിനൊരു അടിയിലൊരു പാത്രം വെക്കുന്നതായിരുന്നു. അതിൽ അച്ചുമായിരുന്നു വെച്ചത്. ആളന്നേരം പറഞ്ഞതാണ്. പക്ഷേ രാവിലെ എണീക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിന്ന്. രാവിലെ എണീറ്റപ്പോൾ നല്ല തലവേദനയായിരുന്നു. അതുകൊണ്ട് എന്നാ പറ്റി, കാപ്പി ഇടാനായിട്ട് അടുക്കളയിട്ട് വന്നപ്പോൾ അവൾ ഗ്യാസിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് പോയി. അത് മുഴുവനും വേണ്ടി രാവിലെ എണീറ്റതേ നല്ല പണിയായിരുന്നു. പിന്നെ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവൾക്കറിയത്തില്ലായിരുന്നു. ഇതാണ് ഇങ്ങനെ ഒഴിക്കുമ്പോൾ നമുക്കുണ്ടല്ലോ ഈ തട്ടയിൽ നിന്ന് എടുക്കാനും എളുപ്പമുണ്ട് കേട്ടോ. ഞാൻ ഈ തട്ടയിലും ഇച്ചിരി എണ്ണ തേച്ചിട്ടാണ് വെക്കുന്നത്. ഈ ഇല എണ്ണ തേക്കാതെ വെക്കരുത് കേട്ടോ. എണ്ണ തേക്കാതെ വെച്ച് കഴിഞ്ഞാൽ അതിന്ന് വിട്ടു വരത്തില്ല. ഇതിന് പക്ഷെ നല്ല രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴേ. ഞാനിവിടെ വന്ന് ചേട്ടൻ്റെ അമ്മ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഒരിലയും കൂടെ വേണം. ഞാൻ ഒരിലയും കൂടെ പോയി എടുത്തോണ്ട് വരട്ടെ. ഇതിനകത്ത് ഇല വെച്ച് നമുക്ക് എല്ലാത്തിലോട്ടും മാവ് കോരി ഒഴിക്കാവേ. ആവി അടിക്കുന്നു കയ്യിലോട്ട്. ഞാൻ ഇതെല്ലാം ഒന്ന് ഒഴിക്കട്ടെ. എൻ്റെ കയ്യിലെ ആവി അടിക്കുന്നുണ്ട്. ഞാൻ
ഇഡ്ഡലി ഇത് കേട്ടോ, അത് എടുക്കുന്നതേ ആ ഇലയിൽ നിന്ന് വിട്ട് വിട്ട് വരുന്നത് കണ്ടോ. ഞാനിപ്പോൾ ഇലയിൽ നിന്ന് പിടിക്കുന്നില്ല, ഇച്ചിരി കഴിഞ്ഞേ എടുക്കുന്നുള്ളൂ. ആ നല്ല ചൂട്. ഇത് കണ്ടോ, ഇലയിൽ നിന്ന് വിട്ട് വരുന്നത് കണ്ടോ. ചൂടോടുകൂടി തന്നെ ഇതേ നിങ്ങൾ വിട്ട് വരും. ഞാൻ ഈ ഇലയുടെ ഒരു മണവും രുചിയൊക്കെ കിട്ടാൻ വേണ്ടി ഒന്നും കൂടെ അതിനകത്ത് ഇതുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ. ഇതുണ്ടോ, തൊട്ടതേ ഇലയിൽ നീ വിട്ട് വരും. ആ നല്ല ചൂടാട്ടോ. ഇങ്ങനെ ഇത് മൊത്തം എടുക്കട്ടെ. ഇത് കണ്ടോ, ഇലയിൽ എടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ടേസ്റ്റുമാണ് ഇതിന്. ബാസുണ്ട് ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന്, ഇവിടെ അടുത്തു നിന്നാണേ, ചക്ക കൊണ്ടു തന്നാണേ, കൊടുത്തു വിട്ടതാണ്. പക്ഷേ ഉണ്ടല്ലോ, ഇത് കണ്ടോ അപ്പടി പൊട്ട് ഇത് ഒത്തിരി ഇനി വിളയാനുണ്ട്. പക്ഷേ ചക്ക കണ്ട വിളഞ്ഞെന്ന് തോന്നും. അപ്പം ഞാൻ എന്നെ ഇതിൻ്റെ അതുണ്ട് അതുപോലെ ചെറിയ പീസാക്കി എടുത്തേച്ച് ഇതുപോലെ പീസാക്കി എടുത്തു. ഇതിൻ്റെ പുറത്തെ ഇതെല്ലാം കളഞ്ഞ് മടലെല്ലാം കളഞ്ഞ് വെച്ച് കൂഞ്ഞിയും എല്ലാം കൂടി ഇട്ട് കൊത്തി അരിഞ്ഞ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചേ. കാര്യം അതിനെ കൊള്ളത്തുള്ള ഒട്ടും ചുള വലുതായിട്ടുണ്ട്, പക്ഷേ ഉണ്ടല്ലോ അതൊരു ശകലം പോലും വിളഞ്ഞ ചുളയല്ല, വെറും പൊട്ടു ചുളയാണ്. തോരൻ വെക്കാനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ബീഫൊക്കെ മേടിച്ചുകൊണ്ട് വന്നാൽ ചക്കയും വേച്ച് ബീഫും കറി വെക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇങ്ങനെ ആയിപ്പോയി. സവള ഞാൻ കൊത്തിയാണ് എരിഞ്ഞിരിക്കുന്നത്, നീളത്തിലല്ല. അന്നേരം ഉണ്ടല്ലോ കറിക്ക് ഒരു നല്ല കൊഴുപ്പ് കിട്ടും നമ്മൾ കൊത്തി എരിയുമ്പോഴത്തേക്ക്. എന്നിട്ട് ഇതിനകത്തേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കും. കുറച്ചൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തേക്കുന്ന ചേർക്കും, അല്ലെങ്കിൽ പേസ്റ്റ് ആണെങ്കിൽ പേസ്റ്റ് അങ്ങനെ ചേർക്കും. തക്കാളിപ്പഴം ഇല്ല ഇനി ചേർക്കാനായിട്ട്. ഇപ്പം എന്നാലും കറിക്ക് നല്ലപോലെയാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ കൂടുതൽ ഉപ്പിടാമെങ്കിൽ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചത്. ഞാൻ വെളുത്തുള്ളിയുടെ തൊലി കളയത്തില്ല കേട്ടോ, തൊലി കളയാതെ ചതച്ചെടുക്കുന്നു. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ. ഞാൻ ഇതിനകത്തോട്ട് മീറ്റ് മസാലപ്പൊടിയാണ് ഇട്ടത്. മീറ്റ് മസാലപ്പൊടിയും മല്ലിപ്പൊടി മാത്രമേ ചേർക്കത്തുള്ളൂ. മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് ഉള്ളത്, അതുകൊണ്ട് അത് ഒരുപാട് ചേർക്കത്തില്ല. പിന്നെ ഇഞ്ചി എല്ലാം നല്ല എരിവുള്ളതാണ്, വെളുത്തുള്ളിയൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് ആവശ്യമുള്ള എരിവും ആകും. ഇനി നല്ലപോലെ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റും. എന്നിട്ടൊരു ആ ഒരു പച്ചപ്പൊക്കെ മാറി ഒരു ഇച്ചിരി ഡാർക്ക് കളർ ആയതിനു ശേഷമേ ഞാൻ ബീഫ് ഇതിനകത്തോട്ട് ചേർക്കത്തുള്ളേ. നല്ലപോലെ അത് വഴറ്റി അതിലേക്ക് ഇനി ബീഫ് ഇടുവാണേ. വേറെ തേങ്ങ ഇല്ലടാ, അത് മൊത്തം ചേർത്ത് ഒരുത്തരം തേങ്ങ ചേർന്ന് ലയിപ്പിച്ച ശകലം ചേർത്ത് ചെറുടിക്ക് ഇത് മതിയോന്ന്. എന്നാ ഒരെണ്ണം പൊട്ടിച്ചെടുക്ക. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട്, ഒത്തിരി വെള്ളം ഒഴിക്കുന്നില്ലേ, കാര്യം ഇറച്ചിക്കകത്ത് വെള്ളവും കൂടെ ഇറങ്ങും. പിന്നെ നമ്മളിത് കറിയായിട്ടല്ലല്ലോ വെക്കുന്നത്, ചെറിയൊരു പെരളം പോലെ വെക്കുന്നത്. ഇത് മതി. ഇതെന്തായിന്നത്തിരിക്കുന്നത് ഇത്രയും മതി. ആവശ്യമുള്ള വെള്ളമുണ്ട്, അത് മതി. ഇനി ഇത് വേവിച്ചെടുക്കട്ടെ. മോരുകറിക്കുള്ളതെല്ലാം അരച്ച് തേങ്ങയും ജീരകവും ചുവന്നുള്ളി എല്ലാം അരച്ച് എടുത്താണ്. മഞ്ഞളും ചേർത്തിട്ടുണ്ട്. അത്രയും ഒന്നിച്ചരച്ചെടുത്താണ്. ഇനി ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കും.
ഉപ്പ് ചേർക്കട്ടെ ആവശ്യമുള്ള. ഓ എന്നാ ചൂടാണോ എൻ്റെ ദൈവമേ, സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എല്ലാവരും ഇതാ പറയുന്നത്, എല്ലാവർക്കും ഇതേ പറയാനുള്ളൂ. ഇന്നലെ അജിത ചേച്ചി പറയുന്ന കേട്ട് നേരത്തെ മഴയൊക്കെ ഉണ്ടെന്ന്, പെയ്താൽ മതിയായിരുന്നു നേരത്തെ. ഞങ്ങൾക്ക് മഴയൊക്കെ കിട്ടി കേട്ടോ, പക്ഷേ ഉണ്ടല്ലോ എന്നാലും ചൂടിനൊരു കുറവുമില്ലെന്നേ. ഇന്നിപ്പോൾ 2 ദിവസം കൊണ്ട് മഴയൊന്നും ഇല്ല, അതിൻ്റെതായ ചൂട് രാത്രിയിലും ഉണ്ട്. ഉപ്പൊക്കെ ഇത്രയും മതി. ഇവിടെ ഈ മോരുകറി ഒരുപാട് വെള്ളം പോലെ ഇരിക്കുന്ന ഇഷ്ടമല്ലേ, എന്നാൽ ഒത്തിരി കുറുകുന്നേ ഇഷ്ടമല്ല. ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് കടുക് വറുത്ത് ചേർത്തേച്ച് നമ്മുടെ ചക്കത്തോരനും കൂടെ റെഡിയാക്കാൻ തുടങ്ങുക. മോരുകറിക്കുള്ളത് ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കരുത്. ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ പുക പോലെ അതിനകത്തുനിന്ന് വരുമ്പോഴത്തേക്ക്, പുകയല്ല ആവി വരുമ്പോഴത്തേക്ക് അതങ്ങ് ഓഫ് ചെയ്യണം. ഇതിപ്പോൾ ആവശ്യമുള്ള ചൂടായി കേട്ടോ. അതിങ്ങനെ തിളപ്പിച്ച് കഴിഞ്ഞാണ്ടല്ലോ അത് പിന്നെ ഒരുമാതിരി പിരിഞ്ഞ് കിടക്കും. ഒത്തിരി ചൂടാകുന്ന തിളപ്പിച്ചെടുത്താൽ. ഇനി അതിനുള്ള കടുകും കൂടെ വറുത്തിട്ട് വേണം. ഒത്തിരി പാത്രം എടുക്കണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഒരു പാത്രത്തിലോട്ട് എല്ലാം കൂടെ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച്. മോരുകറിക്കാൻ കടുക് വറുക്കുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഞാൻ ശകലം ഉലുവായും കൂടെ ചേർക്കേ. കഴിഞ്ഞ ദിവസമൊക്കെ മോരുകറി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് ഉലുവ ചേർക്കാനില്ല. അതിനെ ഉലുവ ഇരിപ്പുണ്ടായിരുന്നു, അവിടെ നിന്ന് നോക്കിയിട്ട് അന്നേരം കണ്ടില്ലെന്നേ. ഞാൻ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം എടുത്ത് അടുപ്പിച്ച് വെച്ചതിന് ശേഷമാണ് ഞാനെല്ലാം ചെയ്യുന്നത്. അന്ന് എല്ലാം ധൃതിയായിപ്പോയി. എല്ലാം എടുത്ത് വന്നപ്പോഴത്തേക്ക് എണ്ണ അങ്ങ് മൂത്തു. പിന്നെ അതിലേക്ക് ഇടാനായിട്ട് ഉലുവ ഇട്ട് നോക്കിയിട്ട് കണ്ടുമില്ല. അന്നേരം പിന്നെ ഞാൻ ഉലുവാപ്പൊടി ശകലം ചേർത്തു. ഇനി ഇതിലേക്ക് ഒരു ശകലം മുളക് പൊടിയും കൂടെ ചേർക്കേ. ഉള്ളിയെല്ലാം നല്ലത് മൂത്ത് കഴിയുമ്പോൾ ഇങ്ങനെ നമ്മുടെ കടുകും ഉലുവായും എല്ലാം നല്ലപോലെ പൊട്ടി ഒരു ശകലം മുളക് പൊടിയും കൂടെ ചേർത്ത് അങ്ങനെ മോരുകറി സെറ്റായി. മൂക്കൊക്കെ അടഞ്ഞിരിക്കുക, അതുകൊണ്ടുണ്ടല്ലോ ഒരു മണവും അറിയാൻ പറ്റുന്നില്ല. മറ്റേത് മോരുകറിക്കൊക്കെ കടുക് വറുത്താൽ എന്നാ മണം വരുന്നതെന്നറിയോ, ഇന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. ഇത് ശരിക്കും ഇടിഞ്ചക്കത്തോരൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് പൊട്ടായിരുന്നു തന്നെ. അത് കണ്ട വലിയ ചക്ക, എനിക്കൊന്നും അത് അതിനേക്കാൾ വലുതാണെന്ന് തോന്നുന്നു. അത്രയും വലിപ്പം വെച്ചിട്ടും അതൊരു ശകലം പോലും അതിൻ്റെ കുരുവിന് പോലും ഒരു വെള്ളം പോലെ ഇരിക്കുന്ന കുരുവൊക്കെ അതുപോലെ പൊട്ടുകുരു. നമ്മൾ ഞെക്കി അതങ്ങ് പൊട്ടിപ്പോകും, അതുപോലത്തെ കുരു. ഇതിനകത്തോട്ട് വേണേ ഇച്ചിരി അരി വറുത്തിടാം കേട്ടോ, ഞാനിപ്പോൾ അരി ചേർക്കുന്നില്ല. ഇത് തേങ്ങയും വെളുത്തുള്ളി പിന്നെ ഇച്ചിരി ജീരകവും മഞ്ഞളും പിന്നെ 2 പച്ചമുളകും കൂടി ഇട്ട് ചതച്ചെടുത്താണ് തോരന്. എന്നിട്ട് ഈ ജാറ് കഴുകിയ വെള്ളം ചേർക്കുന്നുള്ളേ, ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല. എന്നിട്ട് തീ കുറച്ച് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കണം. ഞാൻ ഈ കൊച്ചു ചക്കയൊക്കെ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ അതിങ്ങനെ ചെറിയ ചെറിയ പീസാക്കി കട്ടയായിട്ട് മുറിച്ച് വെച്ച് അത് ഇങ്ങനെ ആവി വെച്ച് പുഴുങ്ങിയെടുത്ത് എന്നിട്ട് മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ഇടുകല്ലിലോ വല്ലതും വെച്ച് ചതച്ച് അങ്ങനെ ഇടിഞ്ചക്കത്തോരൻ വെക്കാറുണ്ട്. പക്ഷെ അരിയാൻ എളുപ്പമായിരുന്നു കേട്ടോ. ഞാൻ ചകിണി കുറേ അതിനകത്തുനിന്നങ്ങ് മാറ്റി വെച്ച് ചുളയും പിന്നെ അതിൻ്റെ ആ ഒരു കൂഞ്ഞിയുണ്ടല്ലോ, കൂഞ്ഞിയും കുറച്ച് പിന്നെ മടലിനോട് ചേർന്നിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, മടൽ ചെത്തിക്കളഞ്ഞ്
കളഞ്ഞ് വെച്ച് ബാക്കി എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഈ ഇടിച്ചക്കത്തോരനൊക്കെ. പണ്ടൊന്നും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിൽ വെച്ച് എൻ്റെ അമ്മ പാവം തന്നെ ഉണ്ടാക്കി കഴിക്കുമായിരുന്നു. ആരും മൂത്ത ആങ്ങളൊക്കെ ഇഷ്ടമായിരുന്നു. ഞാനും എൻ്റെ ഇളയ ആങ്ങളെയും അപ്പനും ഒന്നും കഴിക്കുകയില്ലായിരുന്നു. എനിക്കിതൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഇവിടെ വന്നാൽ ഞാൻ ചക്ക വേവിച്ചൊക്കെ കഴിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ വീട്ടിൽ ചക്കയൊന്നും വെച്ചാൽ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. കുഞ്ഞിലെയൊക്കെ കഴിക്കുമായിരുന്നു, വലുതായി കഴിഞ്ഞ്. ഇനി ഇത് തട്ടി പൊത്തി വെക്കുക എന്ന് പറയും ഞങ്ങളുടെയൊക്കെ അങ്ങോട്ട് കേട്ടോ. എല്ലാം കൂടെ ചേർത്ത് ഇനി ഇത് മൂടി വെക്കും. മൂടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കും. ഇത് വേവിച്ചെടുത്തുണ്ടല്ലോ ഇവരാരും കഴിക്കില്ലായിരുന്നു തന്നെ കേട്ടോ. ഇത് കണ്ടോ, ഒന്നേന്നൊന്ന് വിട്ട കിടക്കുന്ന അതുപോലെ വിളയാത്ത ചക്കയാണ്. തീരെ പൊട്ടിയേട്ട കേട്ടോ. കുഴഞ്ഞോ ഒന്നും പോകുന്നില്ല. അപ്പോൾ പിന്നെ വേവിച്ച് കഴിഞ്ഞാൽ ഇത് കുഴയത്തൊന്നുമില്ല. അന്നേരം ഇവരാർക്കും വേണ്ടാന്ന് പറഞ്ഞിട്ട് വെറുതെ അത് കളയത്തേ ഉള്ളൂ. തോരനായതുകൊണ്ട് പിന്നെ എങ്ങനെയും കഴിച്ചോളൂ. തോരനാണെന്ന് പറഞ്ഞു. ഇപ്പം നമ്മുടെ ചീമച്ചക്ക ചീമച്ചക്ക എന്നാണ്, ഇടിഞ്ചക്ക തോരനും സെറ്റായി. ഇതിലേക്ക് വേണേൽ ഇച്ചിരി ഉഴുന്നൊക്കെ വറുത്ത് ചേർക്കായിരുന്നു കേട്ടോ. ഞാനേ മടി പിടിച്ച് ഇന്നത്തെ ദിവസം എനിക്കിങ്ങനെ ഭയങ്കര മടിയെന്നേ. പനിയില്ല, നല്ല തലവേദനയുണ്ട്. എനിക്കെന്നാൽ അതിന് ഞാൻ തോന്നുന്നു ഒരു അസ്വസ്ഥതയാണ് ഭയങ്കരമായിട്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഞാൻ കൂട്ടി നോക്കി നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇടിഞ്ചക്ക തോരൻ റെഡിയായി. ഇനി ബീഫും കൂടെ റെഡിയായാൽ ചോറ് കൊടുക്കാനായിട്ട് തുടങ്ങാണ്. ഞാൻ ഈ ബീഫിനകത്ത് കുരുമുളക് പൊടി ചേർത്തായിരുന്നു കേട്ടോ. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. എന്നിട്ട് അതിലേക്ക് ഇച്ചിരി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ മൂടി വെക്കണം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞെടുക്കാനുണ്ടല്ലോ നല്ല അടിപൊളി മണമാണ് കറിക്ക്. അടിപൊളി മണം, നല്ല ടേസ്റ്റും കിട്ടും. കുരുമുളക് പൊടി ഇട്ടപ്പോൾ എടുക്കണമെന്ന് ഓർത്ത് തന്നെ വിട്ടുപോയി. 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടാൽ മതിയെ, ചെറിയ സ്പൂണിന്. അത്രയും തന്നെ ശകലം വെളിച്ചെണ്ണ. അപ്പം നമ്മുടെ അടിപൊളി ബീഫ് റോസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ.